ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുന്ന മൂന്നാം വട്ട ചർച്ച ഇന്നാണ്. ഫെബ്രുവരി 8, 12 തീയതികളിൽ 2 വട്ടം ചർച്ച നടത്തിയത്. ഇതിൽ കർഷകർ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ സമരക്കാർ പറഞ്ഞിരുന്ന കുറച്ച് ആവശ്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിക്കാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത 3 ആവശ്യങ്ങളാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. കാരണം നിലവിൽ നമ്മുടെ ലോക്സഭയുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാരാണ് വരുന്നത്. അതായത് നിയമനിർമ്മാണം നടത്തുന്ന 3 ആവശ്യങ്ങളാണ് കർഷകർ മുൻപോട്ട് വെക്കുന്നത്. അതിലൊന്ന് താങ്ങുവിലയുടെ കാര്യമാണ്. രണ്ടാമത്തേത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം ഇവരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം. ഇത് 3ഉം പാർലമെന്റിൽ നിയമമായി പാസ്സാക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് പാസ്സാക്കി എടുക്കുക പുതിയ സർക്കാരിന്റെ കാലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യത്തിൽ എന്തുകൊണ്ട് കർഷകർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്. ഇതിൽ പകുതി സംഘടനകൾക്ക് സമരം അവസാനിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ പകുതി സംഘടനകൾ സമരം അവസാനിപ്പിക്കാതെ ഇത് നീട്ടിക്കൊണ്ടു പോകണം. ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇത് എത്ര ദിവസം മുൻപോട്ട് പോകും എന്നറിയില്ല. ഇന്ന് ചർച്ച നടന്ന കേന്ദ്രമന്ത്രിമാർ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നീ മന്ത്രിമാരാണ് ചണ്ഡീഗഡിൽ വെച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ചർച്ച നടത്തുന്നത്. ഇതിനിടയിൽ ശംഭു, ഖനൌരി തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ ബാരിക്കേഡിനപ്പുറം വലിയ രീതിയിൽ തന്നെ കർഷകർ സംഘടിച്ചിട്ടുണ്ട്. ചർച്ച പൊളിഞ്ഞാൽ വീണ്ടും തങ്ങൾ മാർച്ച് നടത്തുമെന്ന് പറയുന്നു. ചില സംഘടനകൾ പറയുന്നു തങ്ങൾ രാവിലെ മുതൽ തന്നെ മാർച്ച് നടത്തും. അതായത് കർഷക സംഘടനകളുടെ ഇടയിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ സമരം എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത് അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇന്ന് ഒരു നിർണായക ദിവസമാണ്. ഇതിൽ കുറേ സംഘടനകളൊക്കെ കേന്ദ്ര സർക്കാരുമായി നടന്ന ചർച്ചയിൽ അവരോട് അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.